ഇതാണ് ജനപ്രിയ ബ്രാൻഡ് ജവാൻ. നമുക്ക് കാണാം ജവാൻ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്. ഈ സ്ഥാപനത്തിലെ ഡെപ്യൂട്ടി മാനേജർ പ്രൊഡക്ഷൻ നീതു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഭയങ്കര മണം വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിന്റെ ഘട്ടം തുടങ്ങുന്നത് ഇവിടെ നിന്നാണോ തുടങ്ങുന്നത്? ഈ സെക്ഷനിൽ നിന്നാണ്. ഇത് നമ്മുടെ ബ്ലെൻഡിങ് യൂണിറ്റ് ആണ്. നമ്മുടെ റോ മെറ്റീരിയൽ ഇവിടെ കസ്റ്റമറിന് എഡിബിൾ ആയിട്ടുള്ള രീതിയിൽ കോൺസെൻട്രേഷൻ എഡിബിൾ ആക്കിക്കൊണ്ട് നമ്മൾ മിക്സിങ് ബ്ലെൻഡിങ് നടത്തുന്ന എല്ലാ ടാങ്കുകളും നമ്മുടെ ബ്ലെൻഡിങ് യൂണിറ്റിലെ ടാങ്കുകളാണ്. അപ്പം അതിൽ നമ്മൾ അലോബിൾ വോളിയം കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ റോ മെറ്റീരിയൽ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുത്തിട്ട് ബ്ലെൻഡ് ചെയ്താണ് ബോട്ട്ലിംഗ് ഹാളിലേക്ക്. ഇത് ഫിൽട്ടർ ആണ്. നമ്മൾ സെഡിമെന്റ്സും കാര്യങ്ങളും കണ്ടാമിനൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അരിച്ചെടുക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യും. ഇതിന്റെ ഒരു പ്രൈമറി സ്റ്റേജ് ആണോ ഇവിടെ നടക്കുന്നത്? പ്രൈമറി സ്റ്റേജ് ആണ്. ബ്ലെൻഡിങ്ങിന് ശേഷം ഫിൽട്ടർ ചെയ്യുന്നു. ഫിൽട്ടർ ചെയ്തത് നമ്മൾ ഓവർഹെഡ് ടാങ്ക്സുകളുണ്ട്. മുകളിൽ ഓവർഹെഡ് ടാങ്കുകളിലേക്ക് പാസ് ചെയ്യുന്നു. അവിടെ നിന്ന് എല്ലാ ബെൽറ്റുകളിലേക്കുള്ള വാൽവുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാത് വാൽവുകൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബെൽറ്റുകളിലേക്കുള്ള ലൈനിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പൊക്കോളും. അങ്ങനെ ബോട്ട്ലിംഗ് ഹാളിലേക്ക് എടുക്കും. നമ്മുടെ ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിയാണ്. അപ്പൊ അവന് മനോബലം കിട്ടാനുള്ള പ്രാർത്ഥന കൂടി എനിക്കുണ്ട്. കാരണം ഈ മണം വരുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇവിടെ ഈ മണം കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടാവും. തുടക്കത്തിൽ എപ്പോഴും ഉള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ. നമ്മൾ അതിനനുസരിച്ച് കളറും ഫ്ലേവറും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഒരു ഇതാണ്. ബ്ലെൻഡിംഗ് എന്ന് പറയുമ്പോൾ എന്തോ അതിനകത്ത് കളറും ഫ്ലേവറും ആണ്. റോ മെറ്റീരിയൽ കൂടാതെ കളറും ഫ്ലേവറും ആണ് ആഡ് ചെയ്യുന്നത്. എന്നാൽ അതായത് കോൺസെൻട്രേഷൻ ഉണ്ട്. എല്ലാം നമുക്ക് എഡിബിൾ ആവുന്ന രീതിയിൽ അതായത് കോൺസെൻട്രേഷനിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതിയിൽ ആഡ് ചെയ്തുകൊണ്ടാണ് ബോട്ട്ലിംഗ് ഹാളിലേക്ക് വരുന്നത്. കളർ എന്ന് പറയുന്നത് എന്താ? ഫ്ലേവർ ആണ്. നമ്മൾക്ക് പല കളർ എന്ന് പറയുന്നത് പലതുണ്ട്. ഇവിടെ കാരമൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലേവർ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇതിന് പർട്ടിക്കുലർലി ഒരു ഫ്ലേവർ തന്നെ ഉണ്ട്. യൂണിറ്റ് ആണ് ഇവിടെ. നമ്മള് ഇതെന്താ, എന്ത് മെഷീനാണ് ഇത്? ഫില്ലിംഗ് മെഷീനാണ്. നമ്മൾ മാനുവലി ഫില്ല് ചെയ്യാണ്. പിന്നെ വാക്യൂം വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന മെഷീനാണ്. ആ ടാങ്കിൽ നിന്ന് ഇപ്പുറത്തെ ടാങ്കുകളിലോട്ട് വരും അല്ലേ? ഓവർഹെഡ് ടാങ്കുകളിലേക്ക് വരുന്നുണ്ട്. ഓവർഹെഡ് ടാങ്കുകളിൽ നിന്ന് നമ്മുടെ അതാത് ബെൽറ്റിലേക്കുള്ള വാൽവുകളുണ്ട്. വാൽവുകൾ ഓപ്പൺ ചെയ്യുന്ന ക്രമത്തിൽ അതാത് ബെൽറ്റുകളിലേക്ക് ഫ്ലോ ചെയ്തോളും. കാരണം ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ ഫ്ലോ ചെയ്തോളും. നമുക്ക് ഫില്ലിംഗ് മെഷീനാണ്. നമുക്കിപ്പോ തൽക്കാലം 2 ബെൽറ്റില് ഫുൾ ബോട്ടിലും ബാക്കി എല്ലാ ബെൽറ്റുകളിലും ലിറ്റർ ബോട്ടിലും ആണ് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മള് കറന്റ്ലി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ബോട്ടിലിന്റെ. ഈ 2 ബെൽറ്റുകളിലാണ് ഫുൾ ബോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ ഈ പോകുന്നത് എന്താ, ഫുള്ളല്ലേ? ഫുള്ളാണ് പോകുന്നത്. അന്നേരം അതിനകത്ത് ഈ ഹീറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഈ ചൂട് അങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ബ്ലെൻഡിങ് ടൈമിൽ ഒരു ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ട്. ഒരുപാട് ഹീറ്റ് ലിബറേഷനോ അങ്ങനത്തെ കാര്യങ്ങളില്ല. ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവും. കാരണം മിക്സിംഗിൽ എന്തൊക്കെയായാലും ടെമ്പറേച്ചർ ഉണ്ടാവും. വലിയൊരു ടെമ്പറേച്ചർ ചേഞ്ചോ കാര്യങ്ങളൊന്നും. ഇത് ഈ വരുമ്പോ എന്ത് കളറിലാണ് സ്പിരിറ്റ് വരുന്നത്? വൈറ്റ് കളർ, റോ കളറാണ്. അതിന് ട്രാൻസ്പെറന്റ് കളറാണ് സ്പിരിറ്റിന്റെ കളർ. അതിന് നമ്മൾ കളറും ഫ്ലേവറും ആഡ് ചെയ്തിട്ടാണ് ഈ രൂപത്തിലാവുന്നത്. നമുക്ക് ആ വെള്ള കളറിലുള്ളത് കുടിച്ചാൽ പ്രശ്നമുണ്ടോ? ഫിറ്റ് ആവുമോ? അതാണ് വളരെ കോൺസെൻട്രേഷൻ കൂടിയതായതുകൊണ്ട് അതങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമുക്ക് ഹ്യൂമൻ കൺസംഷന് പറ്റുന്ന കോൺസെൻട്രേഷനിലോട്ട് ലാബിലേക്ക് നമ്മൾ റോ മെറ്റീരിയൽ വിട്ടിട്ട് കോൺസെൻട്രേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ, സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇങ്ങോട്ടേക്ക് ബ്ലെൻഡിങ്ങിലേക്ക് എടുക്കത്തുള്ളൂ. ബ്ലെൻഡിങ്ങിലേക്ക് ഫസ്റ്റ് റോ മെറ്റീരിയലിന്റെ കോൺസെൻട്രേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ ബ്ലെൻഡിങ്ങിലേക്ക് എടുക്കത്തുള്ളൂ. പിന്നെ അതിനുശേഷം ബ്ലെൻഡിങ്ങിൽ നമുക്ക് ഒരു സ്പെസിഫൈഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനനുസരിച്ച് കോൺസെൻട്രേഷൻ കുറച്ച് ഹ്യൂമൻ കൺസംഷന് പറ്റുന്ന രീതിയിൽ മാത്രമേ ലൈനിൽ വിടത്തുള്ളൂ. പ്രൊഡക്റ്റ് സീൽ നമ്മൾ ഈ ബോട്ടില് അങ്ങനെ കാണിക്കുമല്ലോ, ഇത്ര ശതമാനം, 44%. അതെന്താ അത് സംഭവം? ഇത് നമ്മുടെ ഇതിൽ ഒട്ടിക്കുന്ന ലേബലാണല്ലേ? അത് കാണിച്ച് നമ്മുടെ ജവാന്റെ ബോട്ടിലിൽ വരുന്ന ലേബലാണ്. കണ്ടോ? നമ്മൾ സാധാരണ ജവാനൊക്കെ മേടിക്കുമ്പോൾ അതിന്റെ കുപ്പിയിൽ ഒടിച്ചിട്ടുള്ള ലേബലാണ്. ഇതൊക്കെ വേറെ പ്രിന്റ് ചെയ്ത് കൊണ്ടുവരുന്നതല്ലേ? നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നതാണ്. പ്രിന്റ് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. പ്രിന്റർ അല്ലേ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ തന്നെ ചെയ്യുന്നത്. ഇതിന്റെ അടപ്പ് ഇവിടെ നോക്കുന്നത്? അടപ്പ് ഇങ്ങനെയാണോ? അതിലൊരു അവിടെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ഒരാൾ അവിടെ ഇരുന്നിട്ട് സീൽ ചെയ്ത് വിടും. ക്യാപ്പ് ചെയ്ത് വിടും. അതിനുശേഷം ഡയറക്റ്റ് വന്നിട്ട് സീലിംഗ് മെഷീനിൽ 2 പേര് നിൽക്കുന്നുണ്ട്. സീൽ ചെയ്ത് പോവാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും മണം അടിക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നു? നമ്മള് യൂസ്ഡ് ആണ്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. കണ്ടിന്യൂസ് നിൽക്കുന്നത് യൂസ്ഡ് ആണ്.
അങ്ങനെ ഒരു കല്യാണം കഴിച്ച ആളല്ലല്ലോ. അല്ലല്ല. ചില വീടുകളിൽ ചെല്ലുമ്പോ ഈ സ്ത്രീകൾ പറയുന്നത് ഭർത്താവ് കുടിച്ചിട്ട് വരുമ്പോഴേ സ്മെല്ല് ഭയങ്കര, നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല? നമുക്ക് ഇപ്പം അറിയുന്നില്ല. ഇപ്പൊ നമ്മള് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് അറിയുന്നുണ്ടോന്ന് അറിയില്ല, നമുക്ക് അറിയുന്നില്ല. ഇവിടെ ഒരു ദിവസം എത്ര ബോട്ടിലാണ് ഉണ്ടാക്കുന്നത്? ബോട്ടിൽ ഏകദേശം നമുക്ക് ഒരു കേസിൽ 9 ബോട്ടിൽ വെച്ചിട്ടാണ് 10,000 മുതൽ 12,000 വരെ ആണ് കേസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു പദ്ധതി ഉണ്ടോ? പ്രൊഡക്ഷൻ കൂട്ടാൻ കറന്റ്ലി പദ്ധതികളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 750, അതായത് ഫുൾ ബോട്ടിൽ ഇറക്കിയിട്ടുണ്ട്. 2 ബെൽറ്റിൽ ഇപ്പം ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഗ്രാജുവലി പ്രൊഡക്ഷൻ കൂട്ടുന്നതാണ്. നമ്മളത് പറഞ്ഞിട്ടുണ്ട് 44%. അതെന്താ ഒന്ന് പറഞ്ഞു? 42-43%-ത്തിനകത്താണ് വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതിൽ ഈറ്റയിൽ ആൽക്കഹോളാണ് കണ്ടത്. ആ ഈറ്റയിൽ ആൽക്കഹോളിന്റെ വോളിയം പെർസെന്റേജ് ബൈ വോളിയം ആണ്. ഇവിടെയാണ് ഇത് ബോക്സിലാക്കുന്നത് അല്ലേ? അതെ, എല്ലാ പ്രോസസ്സും ഇവിടെ തന്നെ നടക്കും. അതെ. ഫസ്റ്റ് നമ്മൾ കണ്ട യൂണിറ്റ് അത് ബ്ലെൻഡിംഗ് ആണ്. അതിന് മുന്നേ വെയർ ഹൗസ് ഉണ്ട്, അവിടെയാണ് റോ മെറ്റീരിയൽ സ്റ്റോറേജ്. പിന്നെ ഇവിടെ മുതലാണ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ENA ബ്ലെൻഡ് ചെയ്യുന്നു. ബ്ലെൻഡിങ്ങിന് ശേഷം അവിടെ തന്നെ ബ്ലെൻഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കളറും ഫ്ലേവറും പിന്നെ കോൺസെൻട്രേഷനിൽ റോ മെറ്റീരിയലും DM വാട്ടറും കൂടെ ബ്ലെൻഡ് ചെയ്യുവാണ്. നമുക്ക് ഹ്യൂമൻ കൺസംഷന് പറ്റുന്ന കോൺസെൻട്രേഷനിലാക്കിയതിനു ശേഷം മാത്രം ലൈനിലേക്ക് കയറും. ഈ സെക്ഷനിലാണ് ഫില്ലിങ്, ക്യാപ് സീലിംഗ്, പാക്കിംഗ്. ഇവിടെ ജോലി കിട്ടാൻ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്? എന്റെ ഡെസിഗ്നേഷൻ ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അത് പഠിച്ചാൽ ഇവിടെ കിട്ടുമല്ലോ. അതെ. എത്ര പേരുണ്ട് ഇവിടെ ഇങ്ങനെ പഠിച്ച ആളുകൾ? ഞാനൊരാളേ ഉള്ളൂ. മാനേജർ പോസ്റ്റ് ഉണ്ടേ ഉള്ളൂ. ഇത് നമ്മുടെ ഈ ഉത്സവ സീസണിനൊക്കെ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. കഴിഞ്ഞ് പോവാറുണ്ട്. നമ്മള് മാക്സിമം ആ സമയത്ത് ഒരു കാരണവശാലും മാക്സിമം എന്തെങ്കിലും പെൻഡിങ്ങോ കാര്യങ്ങളോ, ഐ മീൻ ഈ മെഷീനറീസ് മെയിന്റനൻസ്, മെക്കാനിക്കൽ മെയിന്റനൻസ് എന്തെങ്കിലും വന്നാൽ ഒരു ലാഭം കൂടാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആക്കാറുണ്ട്. ഇവിടെ ആകുമ്പോഴത്തേക്കും ബോക്സിംഗ് ആയല്ലേ, എല്ലാം പാക്ക് ചെയ്തല്ലേ? കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒന്ന് നടന്നു വരുമ്പോഴത്തേക്കും ഫില്ലായി എല്ലാം ബോട്ടിലായി കഴിഞ്ഞു. നമുക്ക് ഈ സർക്കാരിന്റെ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ വിശ്വാസമുള്ള പ്രോഡക്റ്റാണ് ജവാൻ. അപ്പൊ ഇതിന്റെ ഓരോ ഘട്ടത്തിലെയും പരിശോധന നല്ല സ്പിരിറ്റ് ആണോ എന്നൊക്കെ എങ്ങനെയാ പരിശോധിക്കുന്നത്? നമ്മൾ ഓരോ ഘട്ടത്തിലും ഇനിഷ്യലി റോ മെറ്റീരിയല് ബ്ലെൻഡിങ്ങിന് ശേഷം നമ്മൾ ലാബിലേക്ക് അയച്ച് കോൺസെൻട്രേഷൻ സ്ട്രെങ്ത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ഇങ്ങോട്ടേക്ക് പ്രൊഡക്ഷനിലേക്ക് എടുക്കത്തുള്ളൂ. അപ്പൊ പിന്നെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. കാരണം ഇത് ആ ഒരു കോൺസെൻട്രേഷനിലെ സ്ട്രെങ്തിലായതിനു ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യത്തുള്ളൂ, പാക്ക് ചെയ്ത് സെയിൽ ചെയ്യത്തുള്ളൂ. ഇവിടെ എത്ര പേരാ ജോലി ചെയ്യുന്നത് ഇതിനകത്ത്? ഇവിടെ ഒരു ബെൽറ്റിൽ 28 പേര് വെച്ചിട്ടുണ്ട്. 25 to 28 വെച്ചിട്ടാണ്. അങ്ങനെ 6 ബെൽറ്റുകളുണ്ട്. നമുക്ക് നല്ല ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. സന്തോഷമാണ്. സന്തോഷം, ഹാപ്പി. എല്ലാരും കുടുംബശ്രീയുടെ ആളുകളാണ്? കുടുംബശ്രീയുടെ ആളാ. കുടുംബശ്രീന്ന് മാത്രമേ ഉള്ളൂ? അതെ, കുടുംബശ്രീ മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോ വില കുറഞ്ഞ മദ്യമായോണ്ടേ ഇത്തിരി മദ്യപിക്കുന്നവരാണെങ്കിലും ബാക്കി പൈസ വീട്ടിൽ ചെലവിന് കൊണ്ട് കൊടുക്കും. വലിയ വില കൂടിയ വാങ്ങി കുടിച്ചാലേ വീട്ടിലൊന്നും കൊടുക്കാൻ കാണത്തില്ല പലർക്കും. എനിക്കറിയത്തില്ല, എന്റെ ഹസ്ബൻഡ് കുടിക്കത്തില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. നല്ല കാര്യം. അതിന് നമുക്ക് എപ്പോഴും കാണാമല്ലേ? പിന്നെ ഇവിടെ സാറുമാരൊക്കെ ആയാലും നല്ല സപ്പോർട്ടാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുമെടുത്താലും അവർ നല്ല സപ്പോർട്ടാണ് നമുക്ക് എപ്പോഴും. ഇവിടെ ഇപ്പോഴാണോ ഈ ഫുള്ളിന്റെ നിർമ്മാണം ഇപ്പോഴാണ് തുടങ്ങിയത്? എത്ര ലൈനില്ല ഫുള്ള്? ഇപ്പൊ 2 ലൈൻ. 2 ലൈനിലാണ്. ഇപ്പൊ നടക്കട്ടെ, പണി നടക്കട്ടെ. ഇവിടെ ഈ മെഷീനറീസ് ഒക്കെ ഏതൊക്കെ? ബ്ലെൻഡിങ്ങിന്റെ പിന്നെ എന്തൊക്കെയാ മെഷീനറീസ് ഏതൊക്കെയാ? ബ്ലെൻഡിങ്ങിൽ നമ്മള് ബ്ലെൻഡിങ് ടാങ്കുകളാണ് മെയിനായിട്ട്. നമ്മൾ ഇതെല്ലാം നമ്മൾ ഇവിടെ ചെയ്തതാണ്, ചെയ്തെടുത്താണ്. ഇവിടെ നിങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന മെഷീനറി ഉണ്ടോ? ഇറക്കുമതി അത് എനിക്കൊന്ന് അന്വേഷിക്കുന്നു. കാരണം ഞാൻ 2 മാസമായിട്ടുള്ളൂ. ഇവിടെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയില്ല. നേരത്തെ ഇൻസ്റ്റാൾഡ് ആണ് ഇവിടെ ഓൾറെഡി. പിന്നെ നമുക്ക് മെയിൻ്റനൻസിന് ആളുകളുണ്ട്. എന്ത് കേസ് വന്നാലും മെയിൻ്റനൻസ് ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലേബലിംഗ് മെഷീൻ ഉണ്ട്. ലേബൽസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അതിന് നമ്മൾ പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പദ്ധതിയിലൊക്കെയാണ്. പഴയത് മാറ്റി. നമ്മുടെ കൂടെ എക്സൈസിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. നമ്മുടെ ഇതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ആണ്. ഇത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ആണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഷൂട്ടിന് കയറിയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാ. ഇവിടെ നമ്മൾ അവിടെ കണ്ടത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. അതെ, അത് തന്നെയാണ്. സെയിം പ്രോസസ് തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഫില്ലിങ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു വാക്വത്തിന്റെ ഇത് കാരണം തന്നെ കട്ടായിട്ട് നമ്മളൊരു ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് കട്ടാവും. പിന്നെ ഇങ്ങോട്ട് വരുന്ന അവിടെ ഒരാൾ ഇരിപ്പുണ്ട് ക്യാപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട്. എല്ലാ ബെൽറ്റുകളിലും ഉണ്ട് ഒരാൾ വെച്ച്. അവിടെ ക്യാപ്പ് വെക്കുകയാണ്.
ഇവിടെ മാനുവലി ആണോ? ഇവിടെ ക്യാപ്പ് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്യാപ് സീലിംഗ് മെഷീൻ സീൽ ചെയ്ത് 2 ക്യാപ് സീലിംഗ് മെഷീൻ ഉണ്ട്. സൈമൾട്ടേനിയസ് ആയിട്ട് സീൽ ചെയ്ത് നേരെ പോകും. പിന്നെ ആ ഒരു സെക്ഷനിൽ ലൈറ്റ് കാണുന്ന സെക്ഷനാണ് സെഡിമെന്റ് ചെക്ക് ചെയ്യുന്ന സെക്ഷൻ. സെഡിമെന്റ്സ് എന്തെങ്കിലും കണ്ടാമിനൻസ് സെഡിമെന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് ഇല്ല. ചില സാധനങ്ങൾക്ക് നമ്മൾ വാർത്തയൊക്കെ വരാറുണ്ട്, ചിലന്തി കിടക്കുന്നു. അങ്ങനെ ചിലതോ ഇപ്പൊ സപ്പോസ് ഇതിനിടയ്ക്കൂടെ തന്നെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇത്രയും ഇതായിട്ടുള്ളൊരു ഫാനുകളും കാര്യങ്ങളും കിടക്കുന്നു. ഈച്ചയോ എന്തെങ്കിലും ഒരു കാര്യങ്ങള് നമ്മൾ അതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എന്നാലും എന്തെങ്കിലും ഒരു കാര്യം വന്നാലോ, പിന്നെ അത് കൂടാതെ ഫിൽട്ടർ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുന്നതാണ്. എങ്കിലും ഏതെങ്കിലും കാരണവശാല് ഫിൽറ്ററിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് എന്തെങ്കിലും രീതിയിൽ സെഡിമെന്റ്സ് വരുവാണെങ്കിൽ അതിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര നോക്കിയാലും ഇങ്ങനൊരു ഹോൾ ആയതുകൊണ്ടൊക്കെ തന്നെ ചിലപ്പോൾ ചില പക്കികൾ സാധ്യതകളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്. ഇതിനകത്ത് നമുക്ക് ലൈറ്റിൽ കാണാം. കാരണം ഇതിങ്ങനെ ചെയ്ത് പോവായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ എന്തെങ്കിലും സെഡിമെന്റ്സോ കണ്ടാമിനൻസോ ഉണ്ടോ. ഇതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ മാറ്റും. ഇവിടെ കളക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് മാറ്റി റീഫിൽ ചെയ്യും നമ്മള്. അങ്ങനെ അധികം വരാറില്ല. എന്നാലും ഈ നിർമ്മാണത്തിന്റെ ഇടയിൽ ഡാമേജ് വരാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഡാമേജുകള് ഇല്ല. ബോട്ടിലിന് അധികം ഡാമേജുകളോ കാര്യങ്ങളും ഇല്ല. പിന്നെ സീലിംഗ് മെഷീനിലൊക്കെ ചില സമയത്ത് കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്ത് മെയിൻ്റനൻസിലെ ആളുകളുണ്ട്. അപ്പൊ തന്നെ മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ നീതുവൊക്കെ എപ്പോഴും ഇവിടെ ഇൻസ്പെക്ട് ചെയ്യാൻ വരുമോ? അങ്ങനെ നോക്കാൻ വരുമോ? നമ്മള് അവറിലേക്ക് വരും. അവറിലാണ് 1.5 hourലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. കണക്കെടുക്കാൻ വേണ്ടി വരും. പിന്നെ സൂപ്പർവൈസേഴ്സ് ഉണ്ട് ഹാളില് 3 പേരുണ്ട്. അവരാണ് മെയിൻ ആയിട്ടെല്ലാം നോക്കുന്നത്. നമുക്ക് റിപ്പോർട്ട് വരുന്നത് അവരാണ്. ഞാനും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഉടനെ തന്നെ ഞാൻ വരും. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഇങ്ങനത്തെ ഒരു സ്ഥാപനം എന്നല്ല, ഇങ്ങനെ ഒരു കാരണം നമുക്ക് ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് ആണ് ഇത്. കെമിക്കൽ പ്രൊഡക്ഷൻ പ്ലാന്റ് തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്ലാന്റിന്റെ ഇൻചാർജ് ആയിട്ട് ഇരിക്കുന്നതിൽ സന്തോഷമുണ്ട്. നമുക്കിവിടെ ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ നവീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. പുതിയ ടാങ്കുകൾ വന്നു. ഇനി സേഫ്റ്റി മെഷേഴ്സ് കൂടുതൽ വരാൻ പോകുന്നു. അപ്പൊ അതൊക്കെ നല്ല കാര്യമാണ്. അതിനൊക്കെയുള്ള ഇനിഷ്യേറ്റീവ് കൂടെ എടുക്കും. തീർച്ചയായിട്ടും എടുക്കും. ഇനി ലാബിലും ഗ്രാജുവലി നമുക്ക് ലാബ് സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിലാണ്. അപ്പൊ ഉടനെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഇത് ഫുള്ളല്ലാതെ 1/2 ലിറ്റർ പൈന്റ് ക്വാർട്ടർ അതൊക്കെ വരാൻ സാധ്യതയുണ്ടോ? അത് നമുക്ക് ചർച്ച ചെയ്തിട്ട് പറയുന്നതായിരിക്കും. കാരണം ഫുൾ ബോട്ടിൽ എത്രത്തോളം സ്വീകരിക്കുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് നോക്കിയിട്ട് നമുക്ക് അതിനുശേഷം അങ്ങോട്ട് സജീവമായിട്ട് എല്ലായിടത്തും എത്തിയില്ലെന്ന് തോന്നുന്നില്ലേ? നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഉടനെ ഇങ്ങനെ വ്യാപിപ്പിക്കണം എന്നാണ് തീരുമാനം. വില കുറഞ്ഞതാണല്ലോ, അതുകൊണ്ട് ആളുകൾക്കൊക്കെ ജനപ്രിയ ബ്രാൻഡ് എന്നാ പറയുന്നത്. അതെ, അങ്ങനെയാണ്. പിന്നെ ഈ കുപ്പിയൊക്കെ എങ്ങനെയാ? നമ്മൾ ഉണ്ടാക്കുന്നതാണോ? ഇല്ലല്ല, ബോട്ടിലൊക്കെ ഓർഡർ കൊടുക്കുന്നതാണ്. ഓർഡർ ചെയ്തേക്കുന്നതാണ്. ബോട്ടിലും ക്യാപ്പും ലേബലും അതുപോലെ തന്നെ ഓർഡർ ചെയ്യുന്നതാണ്. പ്രിന്റ് ചെയ്യുന്നത് മാത്രം നമ്മൾ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. നമുക്ക് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് ഈ പ്ലാസ്റ്റിക് കുപ്പി മാറ്റിയിട്ട് കുപ്പിയാക്കുന്നു എന്ന് പറഞ്ഞു. അതായത് പരിസ്ഥിതി സൗഹൃദം ആവുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? നമുക്ക് ഉടനെ അത് നമ്മൾ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൽ. കാരണം അപ്പം വില സ്വാഭാവികമായിട്ടും കൂടും. അപ്പൊ ഒരു ബോട്ടിലിന് അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കൂടുമ്പോൾ ഈ പറയുന്നവർക്ക് അഫോർഡബിൾ ആയിട്ട് വരാനുള്ള സാധ്യതകൾ കുറവാണ്. അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് മാർക്കറ്റിൽ എത്തുന്നുണ്ടോ അതോ കുറച്ച് കുറവാണോ, ഡിമാൻഡ് കൂടുതലാണോ? എങ്ങനെ ഇതിന്റെ ഇപ്പൊ ജവാന്റെ അവസ്ഥ? ഇപ്പോ അത്യാവശ്യം സജീവമായിട്ട് എത്തുന്നുണ്ട്. എന്നാലും പ്രൊഡക്ഷൻ കൂട്ടണം എന്നൊരു ഇതിൽ തന്നെയാണ്. കാരണം നമുക്ക് വീണ്ടും ഓർഡറുകളുണ്ട്. അപ്പം അതനുസരിച്ച് സജീവമായി ഒന്നുകൂടെ പ്രൊഡക്ഷൻ കൂട്ടണം എന്നുള്ള ടാർഗറ്റിലാണ്. നമ്മുടെ ചില സുഹൃത്തുക്കൾ അവരൊക്കെ വിദേശത്തുള്ള ആളുകളാണ്. അപ്പൊ നമുക്ക് വിദേശ നിർമ്മിത വിദേശ മദ്യമൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ജവാൻ അങ്ങനെ വിദേശ രാജ്യത്ത് കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനോട് കയറ്റിവിടാനുള്ള സാധ്യത ഉണ്ടോ? അതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് നമുക്ക് ആകെ ഈ ഒരു യൂണിറ്റേ ഉള്ളു. അപ്പൊ അതുകൊണ്ട് നമ്മളെ കേരളത്തിൽ തന്നെ ഇത് വളരെ പെട്ടെന്നാണ് വിറ്റഴിഞ്ഞു പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പ്രൊഡക്ഷൻ യൂണിറ്റിലെ കപ്പാസിറ്റി ഒക്കെ കൂട്ടേണ്ടിയിരിക്കുന്നു. ഇത് കേടാവുന്ന സാധ്യത ഉണ്ടോ? എങ്ങനെയെങ്കിലും നമ്മൾ നിർമ്മിച്ച കേടാവില്ല. കേടാവാനുള്ള സാധ്യതകളില്ല. കാരണം ആ രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്തൊക്കെ വിടുന്നത്. നമ്മൾ അങ്ങനെ കേടാവുന്ന സാധ്യതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിറ്ററൊക്കെ പെട്ടെന്ന് കൺസ്യൂം ചെയ്ത് തീരാവുന്നതല്ലേ ഉള്ളൂ. കേടാവുന്ന സാധ്യതകളില്ല. ഇത് ആദ്യം ഏത് രൂപത്തില് എന്ത് ഇതാ വരുന്നത്, ഏത് സ്പിരിറ്റാ വരുന്നത്, പിന്നെ അതിൽ എന്ത് പ്രോസസ്സാ, എന്ത് മാറ്റമാണ് വരുന്നത്? നമ്മള് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നാണ് ആദ്യത്തെ ഫോമിനെ പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതിനെ നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട് എരിബിളാവുന്ന രീതിയിൽ കോൺസെൻട്രേഷൻ കുറച്ച് കറക്റ്റ് സ്ട്രെങ്തില് മനുഷ്യന് ഹ്യൂമൻ കൺസംഷൻ അവൈലബിൾ ആവുന്ന രീതിയിൽ
മാറ്റിയിട്ട് മാത്രം അതിനാണ് നമ്മൾ ബ്ലെൻഡിങ് നടത്തുന്നത്. ബ്ലെൻഡിങ് ഇതെന്താ ഈ മെഷീൻ എന്താ ഇത്? അത് മെഷീൻ ബെൽറ്റ് ആണ്. അതൊരു ബെൽറ്റ് ആണ്. നമ്മള് ഇതാണ് കാർഡ്ബോർഡ് കേസുകളാണ്, CB കാർഡ്ബോർഡാണ് നമ്മള് ഇത് എല്ലാ ലൈനിലും ഒരേ പ്രോസസ്സാണ് നടക്കുന്നത്? സെയിം ആണ്, വ്യത്യാസങ്ങളൊന്നും. നമുക്ക് എത്ര ലിറ്റർ പെർ ഡേ വേണ്ടി വരിക സ്പിരിറ്റ് ആണെങ്കിൽ ഒരു ദിവസം? സ്പിരിറ്റ് ഒരു ദിവസം അത് ഞാൻ കറക്റ്റ് പറയാം. സ്പിരിറ്റ് ഒരു ദിവസം നമ്മള് ഏകദേശം 1 ലക്ഷം ബോട്ടിലുകളൊക്കെ വിടാറുണ്ട്. 1 ലക്ഷം ബോട്ടിലിൽ വിടുന്ന കേസില് അതായത് 1 ലക്ഷം ലിറ്റേഴ്സ് എന്ന് നമ്മൾ പറയാം. 1 ലക്ഷം ലിറ്റേഴ്സിനടുത്ത് മൊത്തത്തില് പോകുന്നുണ്ട്. അപ്പൊ അത് ഒരു 2:3 എന്നുള്ള രീതിയിലാണ് സ്പിരിറ്റും വാട്ടറും കൂടെ പോകുന്നത്. ആ ഒരു റേഷ്യോയില് സ്പിരിറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ശാസ്ത്ര ലോകം ഇത്രയും പുരോഗമിച്ച് വളർന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് ഈ സ്മെല്ല് മാറ്റാത്തത്? സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്മെല്ലിന്റെ പ്രത്യേകത നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലേവറും കളറിംഗ് ഏജന്റും അതുകൊണ്ടാണ് ഈ സ്മെല്ല് വരുന്നത്. അത് ഓൾറെഡി നമ്മുടെ കേരളത്തിലുള്ള ഇത് കൺസ്യൂം ചെയ്യുന്ന ആളുകൾ ഈ സ്മെല്ലിനോട് ഭയങ്കര അഡിക്ഷൻ ആണ് അവർക്ക്. നമ്മൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് ഇത് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് അപ്പം അതൊരു കാര്യമാണ്. ചില സുഹൃത്തുക്കൾ പറയുന്നതേ 2 എണ്ണ അടിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ എവിടെയെങ്കിലും പോയെന്ന് കഴിഞ്ഞാൽ ഇതാ വന്നു മദ്യപാനി ഈ സ്മെല്ല് പിടിക്കും. ചിലപ്പോൾ 2 എണ്ണ അടിച്ചിട്ടുണ്ടാവുള്ളൂ. എന്ത് ചെയ്യല്ലേ, പാവല്ലേ? നമ്മള് ഫ്ലേവർ മാറ്റി ട്രയൽ നടത്തുന്നൊക്കെ ഉണ്ട്. പിന്നെ അതൊരു അക്സെപ്റ്റൻസിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ആലോചിക്കുന്നുണ്ടാക്കാറ് ഫ്ലേവർ മാറ്റി അങ്ങനെ സ്മെല്ലില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. ഡിഫറൻറ്റ് സ്മെല്ലിൽ ഉണ്ടാക്കാൻ പറ്റും. ഡിഫറൻറ്റ് സ്മെല്ലെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്മെല്ലല്ലാതെ നമുക്ക് ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ, ജ്യൂസ് ഫ്ലേവേഴ്സ് പോലെ തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. അങ്ങനെ ട്രൈ ചെയ്യാവുന്നുള്ളൂ. പക്ഷെ അതൊരു അക്സെപ്റ്റൻസ് എത്രമാത്രമാണെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിങ്ങനെ ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനകത്ത് എന്തെങ്കിലും റിയാക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലാണ് ഇത് പാക്ക് ചെയ്ത് വിടുന്നത്. അതിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ പരമായിട്ട് വ്യത്യാസങ്ങളോ വ്യതിയാനങ്ങളോ പറ്റില്ല. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനത്തെ ഈ ബിവറേജ് കോർപ്പറേഷനിൽ ഉള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബോണസ് ഒക്കെ കിട്ടുന്നത്, ലാഭവിഹിതം. അപ്പൊ അതിൽ വലിയ സന്തോഷമായിരിക്കുമല്ലോ ജീവനക്കാർക്കൊക്കെ. അത് സ്വാഭാവികമായിട്ടും ഉണ്ടല്ലോ. എല്ലാവർക്കും ഇപ്പൊ പറഞ്ഞേക്കുന്ന ജോലിക്ക് അനുസരിച്ചുള്ള ബോണസ് കാര്യങ്ങളും അല്ല എല്ലാ മേഖലകളിലുള്ള ആളുകൾക്കും ലഭിക്കുന്നതാണ്. ലാഭം കൂടുന്തോറും അത് കിട്ടുന്നതും കൂടും. അതെ, പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് കമ്പനിക്കുള്ള ലാഭവും കൂടും. അതിനനുസരിച്ച് നമ്മുടെ സർക്കാരിനുള്ള ലാഭവും എല്ലാം. മാത്രമല്ല ബജറ്റ് വിഹിതമൊക്കെ പറയുമ്പോൾ സർക്കാർ ഖജനാവിലേക്ക് ചെല്ലുന്ന വലിയൊരു തുക ബിവറേജ് കോർപ്പറേഷനിലാണ്. അത് കറക്റ്റ് ആണ്. കാരണം അതിന്റെ കാരണം ആളുകൾ ഇതിനെ അത്രയും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അവരുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയുന്നത് ഒരു ഉത്തരവാദിത്വ മദ്യപാനത്തെ കുറിച്ചാണ്, അല്ലേ? നമ്മൾ മദ്യപിച്ച് ബഹളം ഉണ്ടാകാതിരിക്കുക, അല്ലെ? അടിപിടി ഉണ്ടാകാതിരിക്കുക. അപ്പൊ അത് തന്നെയാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ആഗ്രഹം. അതാണ്. ഒരിക്കലും ഓവർ ഡോസിലോ അല്ലെങ്കിൽ ഓവർ സ്ട്രെങ്തിലോ നമ്മൾ വിടാറില്ല. കറക്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്തിലാണ് ഇവിടുന്ന് പാക്ക് ചെയ്ത് വിടാറുള്ളത്.